പാടില്ല സർ. എന്റെ മോനെ വിട്ടുകൊടുക്കാൻ പാടില്ല. എന്റെ മോനോ? എവിടെ നിന്ന് കിട്ടിയ അവകാശം? നിന്റെ ആരാവൻ? ആരും ആയിക്കൊള്ളട്ടെ, ഞാൻ സാറിന്റെ കാല് പിടിക്കാം. അവനെ വിടരുത്. ഇവിടെ ഇപ്പൊ അഭിനയത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. സാർ എന്താണ് ഈ പറയുന്നത്? മനസ്സിലായില്ലല്ലേ? ഇതിനാണ് അഭിനയം എന്ന് പറയുന്നത്. നിനക്കിപ്പോ ഒന്നും ഓർമ്മ വരുന്നില്ലല്ലേ? നിന്റെ അഹങ്കാരം, നിന്റെ ആഗ്രഹം സാധിക്കാത്തതിലുള്ള പക, അതിന് വിലയായിട്ട് നൽകേണ്ടി വന്നത് ആ പാവം പെൺകുട്ടിയുടെ ജീവനായിരുന്നു. സ്വന്തം സഹോദരിയോട് കാണിക്കാത്ത സ്നേഹം അവളുടെ കുഞ്ഞിനോട് കാണിക്കുന്നതിനാണ് അഭിനയം എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ തെറ്റുകൾ ഞാൻ ഏറ്റു പറഞ്ഞതാണ്. ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് തെറ്റായി പോയെന്ന് ഇപ്പോഴും കരുതുന്നില്ല. അതിന് ഇത്രയും വലിയ ശിക്ഷ എനിക്ക് തരണോ? ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരം കാണുന്നത് അവനിലൂടെയാണ്. അവനെ പ്രസവിക്കാത്ത അവന്റെ അമ്മയാണ് ഞാൻ. തെറ്റിദ്ധരിക്കണ്ട. ആ ചിന്ത എന്റെ മനസ്സിൽ മാത്രമായിരിക്കും. ഒരിക്കലും ആ അവകാശം ഞാൻ ഉന്നയിക്കില്ല. അവനെ താരാട്ട് പാടി ഉറക്കുകയോ തൊട്ട് തലോടുകയോ വേണ്ട. എനിക്കവനെ കണ്ടാ മാത്രം മതി. ദൂരെ എവിടെ നിന്നെങ്കിലും. അത് മാത്രം മതി. അത് മാത്രം. എന്നെ വെറുത്തുള്ളൂ. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ദയവായി എന്റെ മാനെ പറഞ്ഞു വിടരുത്. അപർണേ, നീ അവന്റെ അമ്മയല്ല, ഞാൻ അവന്റെ അച്ഛനുമല്ല. അഭിമന്യുവിന്റെ അച്ഛൻ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് നിർബന്ധിച്ചാൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്കൊരു മാർഗവുമില്ല. ഒരു മാർഗവുമില്ല.